blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഗുജറാത്തിൽ നിന്നുള്ള രാഹുൽ ആറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. കർത്താവെ, ഈ ജന്മദിനത്തിൽ രാഹുലിനെ ലോകം എമ്പാടുമുള്ളവർ ചേർന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രോപ്പർട്ടി വിൽക്കുവാനും പുതിയൊരു ഭവനം പണിയുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരൻ്റെ ബിസിനസ് വെഞ്ചറിൻ്റെ സോഫ്റ്റ്വെയർ ട്രയൽ വളരെ സക്സസ്ഫുൾ ആകാനും നിരവധി ഓർഡറുകൾ ലഭിക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മല്ലപ്പള്ളിയിൽ നിന്നുള്ള വെൽവിഷർ ഒരു സഹോദരനാണ്. കർത്താവെ, എല്ലാ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ആരോഗ്യം നൽകണമേ, സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകാൻ ഇതുപോലെ ഈ എപ്പിസോഡുകളിൽ ഒരു ഫൈനാൻഷ്യൽ പാർട്ട്ണർ ആയി മാറാം. സ്കിൽ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തേടാവുന്നതാണ്. Not gonna live by what I see. I'm not gonna live by what I feel. Deep down I know that you're here with me, and I know that you can do anything. Through you I can do anything. I can do all things, 'cause it's you who gives me strength. Nothing's impossible through you. Blind eyes are open, strongholds are broken. I am living by faith. Nothing's impossible. Not gonna live by what I see. Not gonna live by what I feel. Deep down I know that you're here with me, and I know that you can do anything. Through you I can do anything. I can do all things, 'cause it's you who gives me strength. Nothing's impossible to you. Blind eyes are open, strongholds are broken. Living by faith. Nothing's impossible. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. Through you I can do anything. I can do all things, 'cause it's you who gives me strength. Nothing's impossible through you. Blind eyes are open,
Strongholds are broken. I am living by faith. Nothing's impossible. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. ഞാനിവിടെ വന്നതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം എൻ്റെ മേൽ വന്നു. ഈ ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ വന്നത് മുഖാന്തരം എനിക്ക് ക്രിസ്തുവിനെ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു. വലിയൊരു ആത്മീയ ക്ലാസ്സുകളാണ് ഞങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതുവരെയും കിട്ടാത്ത ഒരു വലിയ സമാധാനം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. You don't need to seek for houses. You don't need to seek for your wife. You don't need to seek for finances. You don't need to seek a job. Seek Jesus. Everything will be provided. അതുകൊണ്ട് നീ ഒരു വീടിനും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഒരു ജോലി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, നന്മകൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അന്വേഷിക്കണമെങ്കിൽ ആദ്യം യേശുവിനെ അന്വേഷിച്ചോ, അതിനോടൊപ്പം സകലതും കൂടി ചേർന്ന് വരും. Get Jesus. Get everything else. യേശുവിനെ കിട്ടിയാൽ ചേർന്ന് പറയാമോ, എല്ലാം കിട്ടി. കേട്ട് അനുഗ്രഹം പ്രാപിക്കുക. God wanted to test Abraham's obedience and faith. അതുമാത്രമല്ല ദൈവം അബ്രഹാമിന്റെ അനുസരണത്തെയും വിശ്വാസത്തെയും ഒന്ന് പരിശോധിക്കുവാൻ തീരുമാനിച്ചു. He said, Abraham, come here. അബ്രഹാമേ വരിക. I know that your son is so precious to you. എനിക്കറിയാം നിനക്ക് നിന്റെ മകൻ വളരെ വിലപ്പെട്ടവനാണെന്ന്. But I tell you, എന്നാൽ ഞാൻ പറയട്ടെ, come to Mount Moriah എന്നാൽ മോറിയ മലയിലേക്ക് വരിക, and sacrifice your son for me. എനിക്ക് വേണ്ടി നിന്റെ മകനെ യാഗം തരിക. He did not fast for 40 days whether to if that is from God or the devil. അത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നുള്ള ശബ്ദമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അബ്രഹാം 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതായി Immediately he wanted to obey. പകരം ഉടനടി അത് ചെയ്യുവാൻ അനുസരിക്കുവാൻ അവൻ He തീരുമാനിച്ചു. prepared for the sacrifice and started his journey. അവൻ യാഗത്തിന് വേണ്ടിയിട്ടുള്ള സകല വസ്തുക്കളും ഒരുക്കി അവൻ യാത്ര The ആരംഭിച്ചു. altar was ready. അതിനുള്ള യാഗ സ്ഥലം ഒരുങ്ങി. But on the way, Isaac asked a question. എന്നാൽ പോകുന്ന വഴിക്ക് ഇസഹാക്ക് ഒരു ചോദ്യം ചോദിച്ചു. Dad, we have everything. We have the firewood, we have fire, we have everything. But where is a sacrificial animal? എന്നാൽ ആ കുഞ്ഞ് ചോദിച്ചു, അപ്പ നമ്മുടെ കയ്യിൽ യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, സകല കാര്യമുണ്ട്, പക്ഷെ യാഗത്തിനുള്ള മൃഗമായ കുഞ്ഞാട് എവിടെ? Genesis 22 verse 8. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ 8-ാം Abraham is saying, my son, God will provide for himself the lamb for a burnt offering. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. Are you there? നിങ്ങൾ ഇവിടെയുണ്ടോ? Somebody shout, God will provide. എത്ര പേർ ഉറക്കെ പറയും, ദൈവം കരുതിക്കൊള്ളും. The sacrificial animal will be provided by God himself. ഓർക്കുക, യാഗത്തിനുള്ള കുഞ്ഞാട് ദൈവത്താൽ കരുതപ്പെടും. Hallelujah. Hallelujah. Abraham was about to kill his son. ഇപ്പോൾ അബ്രഹാം തന്റെ മകനെ കൊല്ലുവാൻ തക്ക സമയത്താണ് God intervened. ആ സമയത്ത് ദൈവം ഇടവിൽ വന്നു. Abraham, stop. അബ്രഹാം നിർത്ത്. Don't lay your hands on your lad. നിന്റെ മകന്റെ മേൽ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. This is the voice coming to all fathers now. ഓർക്കുക, ഈ ശബ്ദം എല്ലാ പിതാക്കന്മാരിൽ നിന്നും And വരുന്നു, all mothers now. എല്ലാ മാതാക്കളിൽ നിന്നും. Even today in India and in many countries, there are parents who are sacrificing their sons to please their gods. ദേവന്മാരെ, ദേവതകളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ മക്കളെ കുരുതി കഴിക്കുന്ന, യാഗമർപ്പിക്കുന്ന കാലഘട്ടത്തിലാണ്. God is saying, no need, I will provide. എന്നാൽ ദൈവം പറയുന്നു, നോക്കിക്കേ, അതിന്റെ ആവശ്യമില്ല. No need,
parents to sacrifice your children, God has already provided the sacrificial animal. ഇത്തരത്തിലുള്ള വ്യവസ്ഥകളെ നോക്കിക്കൊണ്ട് ദൈവം തമ്പുരാൻ ലോകത്തെ നോക്കി പറയുകയാണ്, മാതാപിതാക്കളെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ യാഗമർപ്പിക്കേണ്ട കാര്യമില്ല, ദൈവം അത് കരുതി കഴിഞ്ഞു. That was only a test, Abraham. You don't need to sacrifice your child, but I will give my child. എന്നാൽ അത് അബ്രഹാമിനുള്ള ഒരു പരിശോധനയായിരുന്നു. അബ്രഹാമേ, ഈ പരിശോധനയിൽ നീ നിന്റെ മകനെ യാഗമർപ്പിക്കേണ്ട കാര്യമില്ല, പകരം ഞാൻ എന്റെ മകനെ അതിനെ യാഗമാക്കി തീർക്കാൻ Genesis പോകുകയാണ്. chapter 22 verse number 13. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ Then 13. Abraham lifted his eyes and looked, and there behind him was a ram caught in a thicket by its horns. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. Hallelujah. Hallelujah. That was God's provision. അതാണ് ദൈവത്തിന്റെ കരുതൽ എന്നുള്ളത്. And that ram is a type of Jesus who was coming, the Lamb of God. എന്ന് മാത്രമല്ല, ഈ കാണപ്പെടുന്ന കുഞ്ഞാട് എന്നുള്ളത് വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ഒരു നിഴലത്രേ. Hallelujah. Hallelujah. Romans 8:32 says, റോമർ 8:32 പറയുന്നു, if God gave Jesus, will he not give everything along with Jesus? സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിയെങ്കിൽ ആ പുത്രനോടൊപ്പം അവൻ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? Hallelujah. Hallelujah. Meaning he is not only giving his only begotten son along with his only begotten son, all provision is coming. അതിന്റെ അർത്ഥം തന്റെ ഏകജാതനായ ആ പുത്രനെ നമുക്ക് തന്നെങ്കിൽ ആ പുത്രന്റെ കൂടെ നിനക്ക് എന്തൊക്കെ വേണം അതെല്ലാം കൂടെ കർത്താവ് കൂട്ടിച്ചേർത്താ തന്നിരിക്കുന്നേ. Now this is the message I want you to take you home. ഈ സന്ദേശം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ We ആഗ്രഹിക്കുന്നു. have written this everywhere. ഇത് നാം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. If you get Jesus, you get everything. നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയാൽ നിങ്ങൾക്ക് സകലതും കിട്ടി. You don't need to seek for houses, you don't need to seek for your wife, you don't need to seek for finances, you don't need to seek a job. Seek Jesus, everything will be provided. അതുകൊണ്ട് നീ ഒരു വീടിനും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഒരു ജോലി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, നന്മകൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അന്വേഷിക്കണമെങ്കിൽ ആദ്യം യേശുവിനെ അന്വേഷിച്ചോ, അതിനോടൊപ്പം സകലതും കൂടി ചേർന്ന് വരും. Get Jesus, get everything else. യേശുവിനെ കിട്ടിയാൽ ചേർന്ന് പറയാമോ, എല്ലാം കിട്ടി. That's why David says, the Lord is my shepherd, Jehovah Raha. And then in the last verse he says, goodness and mercy will surely follow me all the days of my life. അതുകൊണ്ടാണ് ദാവീദ് ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുന്നത്, യഹോവ കർത്താവിന്റെ ഇടയനാകുന്നു, യഹോവ റാഫ അവൻ എന്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടില്ല. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പുറകെ പിന്തുടർന്നു വരും. If the foundation is correct, the building will stand. ഓർക്കുക, അടിസ്ഥാനം ശരിയായ വിധത്തിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിൽ കെട്ടിപ്പോക്കുന്ന കെട്ടിടവും ശരിയായി ഉയർന്നു വരും. Jesus is your foundation. യേശുവാണ് നിന്റെ അടിസ്ഥാനം. He is the cornerstone. അവനാണ് മൂലക്കല്ല്. Our life should be built upon the foundation, Jesus Christ. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ വേണം നിന്റെ ജീവിതം കെട്ടിപ്പണിയുവാൻ. Every other thing will be added into your life. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള സകല കാര്യങ്ങളും അതിനോട് ചേർന്ന് ചേർന്ന് പണിതുണ്ടാകും. Salvation is a package. ഓ, രക്ഷ ഒരു പാക്കേജ് ആണ്. With that package you get everything. ആ പാക്കേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് സകലതുമുണ്ട്. When you take the salvation ticket, everything else is included in the package. അതുകൊണ്ട് രക്ഷയുടെ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് സകല കാര്യങ്ങളും അവൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. When you get Jesus, he comes with everything. ഓർക്കുക, യേശുവിനെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവൻ സകല നന്മകളും കൂടെ കൂട്ടിയാണ് നിങ്ങളുടെ അകത്തേക്ക് വരുന്നത്. Many believers think that Jesus can handle only the salvation department. ഒത്തിരി വിശ്വാസികളും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് യേശു കർത്താവിന് രക്ഷയുടെ ആ ഒരു വിഭാഗം മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. For matrimonial department I need this thing. എന്നാൽ കല്യാണ വിഷയം വരുമ്പോ ഞാൻ ഞാൻ ചെയ്യണം. And for house department I need that guy. വീടിന്റെ കാര്യം, വീടിന്റെ പണി നടക്കുമ്പോ ഞാനായി തന്നെ തപ്പിപ്പിടിച്ച് നടക്കണം. And for paying the loan of I need that guy. ഇനി ലോൺ അടയ്ക്കുന്ന കാര്യം വരുമ്പോ ഞാൻ മറ്റേയാളെ അന്വേഷിച്ചിറങ്ങണം.